മർക്കസ് പ്രസിഡന്റ് സയ്യിദ് അലി ബാഫിത്തങ്ങൾ, മർക്കസ് ജനറൽ സെക്രട്ടറിയും അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ജനറൽ സെക്രട്ടറിയുമായ കാന്തപുരം AT അബൂബക്കർ മുസ്ലിയാർ, SSF ദേശീയ സമിതി ചെയർമാൻ തുറാബ് തങ്ങൾ, സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് സെക്രട്ടറി AK അബ്ദുൽ ഹമീദ് സാഹിബ്, എല്ലാവർക്കും ആദ്യമായി സ്വാഗതം ആശംസിക്കുന്നു. പറയുന്നത് SYS സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിയാണ്. കൂടെ SYS പ്രസിഡന്റ് മൻമള അബ്ദുൽ ഖാദർ മുസ്ലിയാർ അവരുടെ ഈ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇവിടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യകോശം 6 വർഷങ്ങൾക്ക് മുമ്പ് മർക്കസിൽ ലഭിച്ചിട്ടുള്ളതും അതിന് വ്യക്തമായ അടിസ്ഥാനം ഉള്ളതുമാണ്. ശേഷവും പ്രവാചകരുടെ പുണ്യകോശം മർക്കസിൽ ലഭിച്ചിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് ചില തെറ്റിദ്ധാരണകൾ ചില മേഖലകളിൽ പറഞ്ഞു പരത്തുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പത്രസമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത്. പ്രവാചക കോശത്തെ മുസ്ലിങ്ങൾ ആരും ആരാധിക്കുന്നില്ല. അങ്ങനെ ഒരു പത്രത്തിൽ വന്ന വാർത്ത തെറ്റാണ്. ലോകസഭാവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. അതേസമയം പ്രവാചകരുമായി ബന്ധപ്പെട്ട മുഴുവൻ വസ്തുക്കളെയും ആദരിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. പ്രവാചക കോശം അതിൻ്റെ ഒരു ഭാഗമാണ്. അതിനെ ആദരിക്കുകയാണ് മുസ്ലിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ലോകമെമ്പാടും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. വിശദ വിവരങ്ങൾ ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അവർ സംസാരിക്കും എന്ന് അറിയിച്ചുകൊണ്ട് സ്വാഗതം പറഞ്ഞു നിർത്തുന്നു. പ്രവാചകർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകേശം അവിടുത്തെ കൽപ്പന പ്രകാരം അന്ന് വിഭജിച്ചു കൊടുത്തത് ലോക മുസ്ലിംകൾ അന്നു മുതൽ ഇന്ന് വരെ പല ഇടങ്ങളിലും സൂക്ഷിച്ചു വരികയും അതുകൊണ്ട് പുണ്യം നേടി വരികയും ചെയ്യുന്നു. അതിന് പുണ്യമുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ സുന്നികൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതിൽ യാതൊരു സംശയവും ഇല്ലാത്തതാണ്. എന്നാൽ കേരളത്തിന് പുറത്ത് മറ്റ് പല സ്റ്റേറ്റുകളിലും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും നേരത്തെ തന്നെ പുണ്യകേശം സൂക്ഷിക്കപ്പെടുന്നതായും അത് ജനങ്ങൾക്ക് ദർശനത്തിന് വെക്കുന്നതായും നമുക്കറിയാം. കേരളത്തിൽ ആദ്യമായി 6 വർഷമായി മർക്കസു സഖാഫത്തി സുന്നിയയിൽ പുണ്യകേശം ലഭിക്കുകയുണ്ടായി. അതിൻ്റെ വ്യക്തമായ രേഖയും തെളിവുകളും മർക്കസിൽ തന്നെ ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുള്ളതും ആവശ്യപ്പെട്ടവർക്കെല്ലാം അത് കാണിച്ച് കൊടുത്തിട്ടുള്ളതും വ്യക്തമായ ഒരു വസ്തുതയാണ്. അതാവശ്യപ്പെട്ട് വന്ന് ആർക്കും കാണിച്ചു കൊടുക്കാതെ ഇരുന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ചിലർ അതിൻ്റെ പ്രഥമ ഘട്ടത്തിൽ എതിർത്താൻ നോക്കിയെങ്കിലും അവർക്കത് സാധിക്കാതെ അവർ നിശബ്ദരായി ഇരിക്കുകയായി. രണ്ടാമതായി മർക്കസിൻ്റെ കഴിഞ്ഞ സമ്മേളനത്തിൽ അബുദാബിയിലെ ഇസ്ലാമിക് അഫയേഴ്സിൻ്റെ വഖഫിൻ്റെയും മന്ത്രിയായിരുന്ന ഷെയ്ഖ് മുഹമ്മദ് അൽ ഖസ്റജിയുടെ പുത്രനും
പ്രശസ്ത പണ്ഡിതനും ലോകം മുഴുക്കെ അറിയപ്പെട്ട വ്യക്തിയും ആയ അഹ്മദ് അൽ ഖസ്റജി മർക്കസിൽ വരികയും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കാലങ്ങളായി സൂക്ഷിച്ചു വരുന്ന ആ തിരുകേശത്തിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം മർക്കസു തഖാഫത്തി സുന്നിയക്ക് നൽകുകയുണ്ടായി. ഈ നൽകിയത് രഹസ്യമായല്ല, വ്യക്തിപരമായി അല്ല, മറിച്ച് ഈജിപ്തിലെ ഗ്രാൻഡ് മുഫ്തി അടക്കം ലോകത്തിൻ്റെ എല്ലാ രാഷ്ട്രങ്ങളിൽ നിന്നും തന്നെ പണ്ഡിതന്മാർ പങ്കെടുത്ത, ഇന്ത്യ രാജ്യത്തിൻ്റെ മുഴുവൻ സ്റ്റേറ്റുകളിൽ നിന്നുമുള്ള ഉന്നത പണ്ഡിതന്മാർ പങ്കെടുത്ത വലിയ സമ്മേളനത്തിൽ ജനലക്ഷങ്ങളെ സാക്ഷിയാക്കി മർക്കസിന് നൽകുകയുണ്ടായി. പട്ടിക്കാട് ജാമിഅ നൂരിയയിലും മർക്കസിലും വെല്ലൂരിലും ലോകത്തുള്ള എല്ലാ മത സ്ഥാപനങ്ങളിലും സനദ് നൽകുന്നത് പോലെയുള്ള സനദ് അദ്ദേഹം ഒപ്പിട്ട് നൽകുകയും ആ സനദിൽ ഇതിൻ്റെ വ്യക്തമായ പൂർണ്ണമായ പരമ്പര ഉണ്ട് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിശ്വസ്തനായ പ്രഗത്ഭനായ പണ്ഡിതനിൽ നിന്ന് ജനലക്ഷങ്ങളെയും പണ്ഡിതന്മാരെയും സാക്ഷി നിർത്തി നൽകിയ ആ കേശം ഞങ്ങൾ സ്വീകരിക്കുകയും ഈ കഴിഞ്ഞ റബീഉൽ അവ്വൽ ഒന്നാമത്തെ തിങ്കളാഴ്ച അത് പ്രദർശിപ്പിക്കുകയും അതിൽ ലക്ഷങ്ങൾ പങ്കെടുത്ത് അത് കാണുകയും ചെയ്തു. ആ കേശങ്ങൾ രണ്ടും, മുൻപത്തതും പുതിയതും പഴയതുമായ രണ്ടും ഇട്ട വെള്ളം ലക്ഷത്തിൽ പരം ജനങ്ങൾ വാങ്ങി കുടിക്കുകയും ചെയ്തു. അങ്ങനെ വന്നപ്പോൾ അതിന് ഞങ്ങൾ സൗജന്യമായി അവർക്ക് കൊടുക്കുകയല്ലാതെ ഒരു കാശ് പോലും വാങ്ങിയിട്ടില്ല എന്നത് എല്ലാവരും വ്യക്തമായി അവിടെ വന്ന ആളുകൾ അറിയുന്ന ഒരു സത്യമാണ്. അത് കൊണ്ടുപോകാനുള്ള കുപ്പികൾ പോലും പാത്രങ്ങൾ പോലും ഞങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് സ്പോൺസർഷിപ്പ് ചെയ്യിപ്പിച്ച് അതിൽ ഒഴിച്ചുകൊണ്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ കാശ് വാങ്ങുന്ന പ്രശ്നം ഇല്ല, ഉത്ഭവിച്ചിട്ടുമില്ല, അത് ചെയ്തിട്ടും ഇല്ല. അങ്ങനെ സൗജന്യമായി വിതരണം ചെയ്തിട്ടുള്ളതാണ്. പിന്നീട് കോഴിക്കോട് പരിസരത്ത് വലിയ ഒരു പള്ളി നിർമ്മിക്കണമെന്ന് ഞങ്ങൾക്ക് നേരത്തെ ആഗ്രഹമുള്ളതാണ്. ഈ കോംപ്ലക്സിലെ പള്ളിയിലും കോഴിക്കോട് ഞങ്ങൾ നിർമ്മിച്ച എല്ലാ പള്ളികളിലും അല്ലാത്ത പള്ളികളിലുമെല്ലാം വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന് 500ഉം 1000ഉം വ്യക്തികൾ പേർ പള്ളിയുടെ പുറത്തു നിന്ന് റോട്ടിൽ നിന്ന് നിസ്കരിക്കാറുണ്ട്. ഇവർക്കെല്ലാവർക്കും നിസ്കരിക്കാൻ സ്ഥലം വേണം. കൂടാതെ ഈ പുണ്യകേശം കാണാൻ വരുന്ന ആളുകൾക്ക് നിസ്കരിക്കാൻ സൗകര്യം വേണം. അങ്ങനെയുള്ള ഒരു വലിയ പള്ളി നിർമ്മിക്കണമെന്ന് ഞങ്ങൾക്ക് നേരത്തെ ആഗ്രഹമുണ്ട്. ഈ തിരുകേശവും കൂടി ലഭിച്ചപ്പോൾ അതും അവിടെ നിക്ഷേപിക്കാം എന്ന നിലക്ക് ഒരു വലിയ പള്ളി നിർമ്മിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ആ പള്ളി മുസ്ലിംകൾക്ക് ആരാധിക്കുവാനും അവിടെ നിസ്കരിക്കാനും കൂടാതെ ഖുർആൻ പാരായണ പ്രവർത്തനം നടത്താനും ഇൽമു പഠിപ്പിക്കാനും ജനങ്ങൾക്ക് ക്ലാസ് എടുക്കാനും എല്ലാം സൗകര്യമാകുന്ന വിധത്തിലുള്ള ഒരു പള്ളിയാവണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുള്ളത് കൊണ്ട് അതൊരു വലിയ പള്ളിയാക്കാൻ തീരുമാനിക്കുകയും അങ്ങനെ അതിൻ്റെ ആർക്കിടെക്ട് എഞ്ചിനീയറുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്ലാൻ ശരിയാക്കിയപ്പോൾ സുമാർ 40 കോടിയോളം ഉറുപ്പിക വരുമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ആ സംഖ്യ ഈ രാജ്യത്തെ
ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും പങ്കാളിത്തം, ഉദ്ദേശിക്കുന്ന എല്ലാവർക്കും അതിൽ പങ്കാളിത്തം നൽകാം എന്ന നിലക്ക് ഞങ്ങൾ വെറും 1000 രൂപയുടെ കൂപ്പൺ ഉണ്ടാക്കി കൊടുക്കാൻ തീരുമാനിക്കുകയും ഈ വിവരം പത്രമുഖേനയും അല്ലാതെയും അറിയിച്ചപ്പോൾ ജനങ്ങൾ അതിന് കാശ് തരാൻ തയ്യാറായി. നാനാഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നു. ഇതുവരെ വന്നിട്ടുണ്ട്, ഇപ്പോഴും വന്നിട്ടുണ്ട്. ഇന്നും ധാരാളം ആളുകൾ മർക്കസിൽ വന്നുകൊണ്ട് ആ നിധിയിലേക്ക് സംഭാവന നൽകിയിട്ടുണ്ട്. അങ്ങനെ പൊതുജനങ്ങൾക്ക് ആവശ്യമായ പല കാര്യങ്ങളും മർക്കസ് സഖാഫത്തി സുന്നിയ ചെയ്തിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്ത് 1000-ൽ പരം പള്ളികൾ ഞങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. അതുപോലെ വെസ്റ്റ് ബംഗാൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ 100കണക്കായ സ്കൂളുകളും മദ്രസകളും കിണറുകളുമെല്ലാം ഞങ്ങൾ നിർമ്മിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പ്രോജക്റ്റ് തയ്യാറാക്കി വെച്ചതല്ല, ഏതാണ്ട് 2-3 വർഷത്തിനുള്ളിൽ അതെല്ലാം നിർമ്മിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ കൊടുത്തിട്ടുള്ള ആ പ്രവർത്തനത്തിനിടയിൽ ഒരു വലിയ പള്ളി ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിന് പൊതുജന പങ്കാളിത്തത്തോടു കൂടി സംഭാവനകൾ ശേഖരിക്കുകയുമാണ് ചെയ്യുന്നത്. ഈ സംഭവം പുറത്തു വന്നതോടുകൂടി ആണ് ചിലരുടെ എതിർപ്പ് കാണാൻ സാധിച്ചത്. പക്ഷേ പണ്ട് ഡോക്ടർ അഹമ്മദ് ഹസ്രജി വിശ്വസ്തനാണെന്നും അദ്ദേഹത്തിൻ്റെ കൈവശം ഉള്ള തിരുകേശം സത്യമാണെന്നും പറഞ്ഞവർ തന്നെ അത് തിരുത്തി പറയുകയും ഇപ്പോൾ അദ്ദേഹത്തെ തെറ്റായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതിൻ്റെ കാരണം ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഏതായിരുന്നാലും അങ്ങനെ ഒരു സംശയം അവർക്കുണ്ടായാൽ ന്യായമായും അദ്ദേഹത്തെ പോയി കാണുകയും അദ്ദേഹത്തോട് ഇതിൻ്റെ നിജസ്ഥിതി വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നതായിരുന്നു ഏറ്റവും നല്ലത്. അത് ചെയ്യാതെ ഇവിടെ കോലാഹലങ്ങളുണ്ടാക്കി മുസ്ലിം സമുദായത്തിനിടയിൽ ഭിന്നിപ്പുണ്ടാക്കുകയും മറ്റ് സമുദായങ്ങൾക്കിടയിൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന ഈ പ്രവണത ഒരിക്കലും ശരിയല്ലാത്തത് കൊണ്ട് ആ രംഗത്തുള്ള ആളുകൾ അതിൽ നിന്ന് പിന്മാറണമെന്നാണ് ഞങ്ങൾക്ക് വ്യക്തമായ അപേക്ഷയുള്ളത്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ ഒരു കത്ത് കാണിക്കുകയല്ല, പത്രസമ്മേളനത്തിൽ വിതരണം ചെയ്തു. ചില പത്രങ്ങൾ അതിനെ പ്രസിദ്ധീകരിച്ചു. എന്നാൽ അവരുടെ ആ സ്റ്റേജിൽ വായിച്ചു കേൾപ്പിച്ചത് ആ കത്തല്ല, മറ്റൊരു കത്താകുന്നു. അത് തന്നെ ആ കത്ത് കൃത്രിമമാണ് എന്ന് ജനങ്ങൾക്ക് തോന്നാൻ കാരണമല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കും. എന്ന് മാത്രമല്ല, പത്രസമ്മേളനത്തിൽ കൊടുത്ത കത്താണിത്, അത് ഞങ്ങൾ അറ്റസ്റ്റ് ചെയ്യിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളെ കൈ കൊണ്ടുപോയി കൊടുത്തിട്ട് ആണ് വായിച്ചത് സ്റ്റേജിൽ വന്ന്. ആ വായിച്ച കത്തും പത്രത്തിൽ കൊടുത്ത കത്തും രണ്ടും രണ്ടാണ്. അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവും. അല്ല, അത് തങ്ങൾ അത് വേറൊരു ചോദ്യം. ഇപ്പം ഇത് പറഞ്ഞാൽ ഇത് തന്നെ ഒരു വളരെ മോശപ്പെട്ട കാര്യമല്ലേ? അവിടെ നിന്ന് കൊടുത്ത കത്ത് ശരിയാണെന്നുള്ളതിന് ഹൈദരലി തങ്ങളെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ന്യായമല്ല. അവിടുന്ന് കൊടുത്ത കത്ത് ശരിയാണെന്നുള്ളത് ഞാനിപ്പോൾ തങ്ങളെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിപ്പിക്കാം എന്ന് സ്റ്റേജിൽ വെച്ച് പറയാം. തങ്ങളെങ്ങനെ അറ്റസ്റ്റ് ചെയ്യുന്നത്? അറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊണ്ടുപോയി ഒപ്പിടാണ് അതിൻ്റെ അർത്ഥം. അവിടെ നിന്ന് കൊടുത്ത കത്ത് ശരിയാണെന്നുള്ളതിനെ തങ്ങളെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിപ്പിക്കാന്നാണ് പറയുന്നത്. എന്നിട്ട് ആ കത്താണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വായിച്ചത് വേറെ ഒരു കത്താണ്. രണ്ടും നിങ്ങളെ രണ്ട് കത്തും ഡിഫറൻസ് ആണ്. അത് ആർക്കും അറിയാവുന്നതാണ്. 2 പേജോടുള്ള കത്താണ് അന്ന് വായിച്ചത് എന്ന് മാത്രമല്ല, വാചകങ്ങൾ മുഴുവനും പരസ്പര വൈരുദ്ധ്യമാണ്, വ്യത്യസ്തമാണ്. അത് മാധ്യമത്തിൽ നേരത്തെ കൊടുത്ത കത്ത് നമ്മളെ കയ്യിലുണ്ട്, ഇപ്പോൾ അവർ കൊടുത്ത കത്തും നമ്മൾ അന്ന് അവർ വായിച്ച് കേൾപ്പിച്ചത് അങ്ങനെ തന്നെ നമ്മളെ കയ്യിലുണ്ട്. രണ്ടും രണ്ടാണ്. ആദ്യത്തെ കത്തിൽ നിഷേധിക്കുന്നുണ്ടോ? ആദ്യത്തെ കത്ത് അത് തന്നെയാണ് ഇതെന്ന് പറഞ്ഞാൽ വായിച്ചത്. ഒരേ ഡേറ്റിൽ അത് വ്യത്യാസം പറയാം. വ്യത്യാസം 2 പറയാം. ഫസ്റ്റ് തന്നെ ആദ്യത്തെ കത്തിൽ അവർ പ്രസിദ്ധീകരിച്ച കത്തിൽ സലാമില്ല, അസ്സലാമു അലൈക്കും എന്നില്ല. വായിച്ചയിൽ അസ്സലാമു അലൈക്കും ഉണ്ട്. ഫളീലത്തു ഷെയ്ഖ് എന്ന് വായിച്ചതിലുണ്ട്, അവർ പ്രസിദ്ധീകരിച്ചതിലില്ല. ലി സയ്യിദിന എന്ന് വായിച്ചതിൽ ഉണ്ട്, പ്രസിദ്ധീകരിച്ചതിലില്ല. നഖൂലു വബില്ലാഹി നസ്അലു എന്ന് വായിച്ചതിലുണ്ട്, പ്രസിദ്ധീകരിച്ചതിലില്ല.
ഹാദി ഇഷാറത്ത് കണ്ട് പിന്നെ കുറേ പാരഗ്രാഫുകൾ മുഴുവനും ആദ്യത്തിൽ ഇല്ലാത്തതാണ്.